എല്ലാ ദിവസവും ബിരിയാണി ഉണ്ട്. 10-30 എണ്ണമൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവരത്തുള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ച് സഹായത്തിന് ആളെ വിളിക്കും. സ്പെഷ്യലായിട്ട് മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങര തൃക്കുന്നപ്പുഴ റോഡാണ്. ഇവിടെ ഒരു എംടെക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കടയുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചേച്ചിയെ കണ്ടു. അപ്പോൾ ആലിലയുടെ സ്പെഷ്യൽ ബിരിയാണിയും ഊണുമൊക്കെ ഉണ്ടോ നോക്കട്ടെ, മൈക്കൊന്ന് കൊടുക്കട്ടെ, ഇതൊന്ന് കണക്ട് ചെയ്തോ. അപ്പോൾ നമ്മുടെ പരിപാടി എന്തൊക്കെയാണ്? ഇന്നെന്തോ ബിരിയാണിയാണോ? ഇന്ന് ബിരിയാണി. നമ്മൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതിപ്പോൾ 1 മാസം കൊണ്ടുണ്ട്. ഡെയിലി അല്ലാതെ കാറ്ററിംഗ് ഉണ്ട്. ഈവന്റ് മാനേജ്മെന്റ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് സ്വന്തമായിട്ട് കാറ്ററിംഗ് ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഇവന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് ആലില എന്ന് തന്നെയാണ്. ആലില. അതെങ്ങനെയാ? കൂടെ ഹസ്ബൻഡ് ഉണ്ടോ ചെയ്യാൻ? കൂടെ ആളുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇപ്പം 1 മാസമായിട്ടുണ്ട് അല്ലേ? ഡെയിലി ഇത് ചെയ്തിട്ട്. നമ്മുടെ സ്ഥാപനമാണോ ബാക്കിൽ കാണുന്നത്? ഓ ശരി. ഇന്ന് അപ്പം ബിരിയാണിയാണ്. എത്ര രൂപയാണ് ബിരിയാണിക്ക്? ബിരിയാണി ഇപ്പം 100 രൂപ. 100 രൂപ. ഊണൊക്കെ ഉണ്ടാവോ? ഊണുണ്ട്. എങ്ങനെ ഓർഡർ പറയണോ അതോ? ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ചില ദിവസങ്ങളിൽ ഇവിടെ ഊണ് കൊണ്ടുവരും, ചില ദിവസങ്ങളിൽ ബിരിയാണി കൊണ്ടുവരും. എല്ലാ ദിവസവും ബിരിയാണി ഉണ്ട്. ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ. എത്ര മണിയാകുമ്പോൾ ഓപ്പൺ ആവും? 12 മണിയാകുമ്പോഴത്തേക്കിനാണ് വരുന്നത്. കൂടെ ഇവിടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പൊ ആരുമില്ല. കുഞ്ഞകത്തുണ്ടല്ലേ? വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം തുടങ്ങി. നമ്മൾ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങര. ഈ സ്ഥലം പഴയ അർച്ചന തിയേറ്ററിന്റെ അവിടെയാണല്ലേ? നമുക്ക് എങ്ങനെ വേറെ ആൾക്കാർ വല്ലതും ഉണ്ടോ കുക്ക് ചെയ്യാനോ അങ്ങനെ വല്ലതും? കുക്ക് ചെയ്യാൻ ആരുമില്ല, ഒറ്റയ്ക്ക്. ആരും സഹായിക്കത്തില്ല, ഒറ്റയ്ക്ക്? ഇപ്പൊ കുറച്ച് 10-30 എണ്ണമൊക്കെയാണ് ഇപ്പൊ കൊണ്ടുവരത്തുള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ച് സഹായത്തിന് ആളെ വിളിക്കും. ഊണാണെങ്കിൽ ഊണിന് കറികൾ എന്തൊക്കെ ഉണ്ടാവും? എല്ലാ കറികളും ഉണ്ടാവും? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും? സ്പെഷ്യലായിട്ട് മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്. അതാ ഇപ്പൊ പൊതിക്കാതെ അതേ വെക്കുന്നുള്ളൂ. പിന്നെ പറയുവാണെങ്കിൽ അതനുസരിച്ച് ചെയ്തു കൊടുക്കും. നമ്മളുടെ ഊണ് പൊതിക്ക് എത്ര രൂപ വരും? ഊണ് പൊതിക്ക് 90 രൂപയാ. 90 രൂപ. ബിരിയാണി ആണെങ്കിൽ 100 രൂപ. ബിരിയാണി നമ്മൾ എങ്ങനെ ചിക്കൻ ബിരിയാണി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? ചിക്കൻ ബിരിയാണി അനുസരിച്ച് ഞാൻ കിട്ടുന്നത് ഇപ്പൊ ഡെയിലി കൊണ്ടുവെക്കുന്നതാണ്. 100 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. ചിക്കൻ ബിരിയാണിക്ക് ആൾക്കാരുണ്ട്, ആവശ്യക്കാരുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു അക്ഷയ സെന്റർ ആണ് ഇത്? അക്ഷയ ജനസേവന കേന്ദ്രം. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ആലിലയുടെ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ചില ദിവസങ്ങളിൽ ഇവർക്ക് ഊണും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നല്ലൊരു സംരംഭമാണ്, നിങ്ങളൊന്ന് വിജയിപ്പിച്ചു കൊടുക്കുക. കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ഈ ചേച്ചിയെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈവൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങിയൊരു സംരംഭമാണ്. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാ. ഇത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങര കാർത്തികപ്പള്ളി റോഡ്. അതിൻ്റെ ഇടയ്ക്ക് പഴയ അർച്ചന തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ചെറിയ സംരംഭം. അപ്പോൾ എല്ലാവരും ഒന്ന് വിജയിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി പൊതി. വീട്ടിൽ ചെയ്തുകൊണ്ട് വരുന്ന ബിരിയാണിയാണ്, രാവിലെ ചെയ്യുന്നതാണ്. ഹസ്ബൻഡൊക്കെ സഹായിക്കുമോ? ഹസ്ബൻഡ് ഇപ്പോൾ സ്ഥലത്തില്ല, ഗൾഫിലാണോ? ഹസ്ബൻഡ് ഇല്ല, നാട്ടിൽ ഒറ്റയ്ക്കാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ചെയ്തു തരും. അപ്പോൾ എന്താണെങ്കിലും ബിരിയാണി ഒന്ന് പാഴ്സൽ ചെയ്തു. അപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചോ. സ്ഥലവും മറന്നുകൊണ്ട് അർച്ചന തിയേറ്റർ, പഴയ അർച്ചന തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് ജനസേവന കേന്ദ്രത്തിന് മുമ്പിൽ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ വരും അല്ലേ?